മലയാള സിനിമയിൽ സഹസംവിധായകനായും ചീഫ് അസോസിയേറ്റായും നടനായും ഒടുവിൽ ജയമഹേന്ദ്ര എന്ന വെബ് സീരീസിന്റെ ഡയറക്ടറുമായ ശ്രീകാന്ത് മോഹനാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. ശ്രീകാന്ത് ഏട്ടാ, വെൽക്കം ടു ഫിലിം. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളിലേക്കൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഹൗ വാസ് ദ ജേർണി? ഒരു ഫിലിം മേക്കർ എന്നൊരു പൊസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഡിഗ്രി പഠിച്ചത് ഫിലിം മേക്കിംഗ് ആണ്. ചെന്നൈ SI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് കുറേ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ കുറേ തപ്പി, നടന്നില്ല. എന്നിട്ട് ഞാൻ അബുദാബി, എൻ്റെ പേരൻസ് ദുബായിലായിരുന്നു, അപ്പം ഞാൻ അബുദാബി ഫിലിം കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ബോഡിയിൽ ഒരു കമ്പനിയിൽ ഫ്രീലാൻസ് പ്രൊഡക്ഷനും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് കുറച്ച് ആഡിലും ഒന്ന് രണ്ട് അബുദാബി പോർഷൻ ഷൂട്ട് ചെയ്ത കുറച്ച് ഹോളിവുഡ് സിനിമകളിലൊക്കെ വർക്ക് ചെയ്തു. ചെറിയ കുറച്ച് ദിവസം വാർ മെഷീൻ എന്ന് പറഞ്ഞ ബ്രാഡ് പിറ്റിന്റെ ഫിലിമിലൊക്കെ പ്രൊഡക്ഷനിൽ സൈഡിലൊക്കെ വർക്ക് ചെയ്തു. അപ്പം അത് 2 കൊല്ലം അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്തപ്പോഴാണ് രാഹുൽ ഏട്ടനെ അതൊക്കെ ഫാമിലി ബേസ് നേരത്തെ പരിചയമുണ്ട്. അപ്പം അദ്ദേഹം ഒരു ഫസ്റ്റ് സിനിമ ചെയ്യുമായിരുന്നു. പുള്ളി ജോലിയിൽ നിന്ന് സിനിമ എന്ന് പറഞ്ഞ് ജോലി IT കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്ന ഒറ്റമുറി വെളിച്ചത്തിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ പ്രൊഡക്ഷൻ സൈഡിലോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്ത ഡാഗിനി, അതിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ഒറ്റമുറി വെളിച്ചത്തിന്. അത് കഴിഞ്ഞിട്ട് ഡാഗിനി തൊട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോരോ സിനിമകളായി ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കള്ളനോട്ടം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയ 3-4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമ ചെയ്തിരുന്നു. അത് വെറുതെ ഒരു എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്തതാണ്. അതിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു രാഹുൽ ഏട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക്. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. അത് കഴിഞ്ഞിട്ട് കോക്കോ, കീടം, അഹമ്മദ് കബീറിൻ്റെ കൂടെ മധുരം എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തു. പിന്നെ കേരളത്തിലും അസോസിയേറ്റ് ആയിരുന്നു. മധുരത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. കേരള ക്രൈം ഫയൽസിൽ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ അഭിനയം ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാ വർക്ക് ചെയ്യുന്ന പടത്തിലും ചെറിയ ഡാഗിനിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മമിത ബൈജുവിന്റെ കൂടെ ഒരു 2-3 സീൻ, അജു ചേട്ടനും മമിത ബൈജുവിന്റെയും കൂടെ 2-3 സീൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആയിട്ട് വർക്ക് ചെയ്യുന്ന പടത്തിലെല്ലാം നമ്മളിങ്ങനെ നോക്കി വെക്കും, ഏതെങ്കിലും ചെറിയ റോള് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷൂട്ടിന് മുമ്പേ നമ്മൾ ഡയറക്ടറോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ കേട്ടോ ബുദ്ധിമുട്ടാവില്ല സീനൊക്കെ അഭിനയിച്ച് കാണിച്ച് അവരെ പറഞ്ഞ് പറ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ജോർജ് കോരയുടെ കൂടെ തോൽവി FC എന്ന് പറഞ്ഞ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. KSFDC പ്രൊഡ്യൂസ് ചെയ്ത നീള എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, ഇന്ദു ചേച്ചി ഡയറക്ട് ചെയ്ത്. അപ്പം അതിനൊക്കെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. തോൽവി FCയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ കേട്ട് മുന്നോട്ട് പോയി. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സോണിൽ ആദ്യമായിട്ട് മലയാളത്തിൽ വെബ് സീരീസിലേക്ക് ഇറങ്ങുന്നുവെന്ന് അറിയുകയും നമ്മൾ ആ സമയത്ത് രാഹുലേട്ട പ്രൊഡക്ഷൻ ഹൗസ് കേരള ക്രൈം ഫയൽസ് നമ്മൾ പ്രൊഡക്ഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാരലലി തന്നെ നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത് വെച്ചൊരു സ്ക്രിപ്റ്റ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ് ജയമഹേന്ദ്രൻ. അപ്പോൾ അത് സോണിയിൽ പിച്ച് ചെയ്യുകയും അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അത് ഗ്രീൻ സിഗ്നൽ കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പം ഭയങ്കര ഒരു ഭാഗ്യവും കൂടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സോണിയിൽ പോലത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡെബ്യൂ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി എന്നുള്ളത്, അത് ഇത്രയും വലിയൊരു കാസ്റ്റ്, സഹിച്ചേട്ടനും സുഹാസിനി മാഡവും തൊട്ട് മണിയമ്പിള്ള രാജചേട്ടൻ, ജോണി ആന്റണി, അങ്ങനെ വലിയൊരു താരനിരയുള്ളൊരു വലിയ വെബ് സീരീസ് ആയിരുന്നു അത്. അപ്പൊ ഒരു ഇത്രയും ലോങ് ജേർണിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ജയമഹേന്ദ്ര റിലീസായി കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു ആക്ച്വലി? നമ്മൾ ശരിക്കും നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഓരോ സിനിമ കാണുമ്പോഴും നമുക്കൊരു അഭിപ്രായമുണ്ട്, ഇത് ചെയ്ത് ശരിയായില്ല, ഈ സീൻ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ഈ പാട്ട് ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, കുറച്ചുകൂടെ ഇത് നന്നാക്കണമായിരുന്നു എന്നൊക്കെ നമുക്ക് അഭിപ്രായമുണ്ട്. ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ ജഡ്ജ്മെന്റ് നമ്മൾ മനസ്സിൽ പറയുകയും നാട്ടുകാരോട് പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും. അപ്പം മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് മറ്റേ ഒരു ഫിലിം ഗ്രാമർ നോളജ് കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ചെല്ലാം ഭയങ്കര ജഡ്ജ്മെന്റിലായി നമ്മൾ അവലോകനം ചെയ്ത് കൂട്ടുകാരോട് സംസാരിക്കുന്നതാണ്. ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇത് പൊളിച്ചേനെ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇത് ജയമഹേന്ദ്രൻ റിലീസിനോട് അടുത്തപ്പോഴാണ് ശരിക്കും നമുക്കിതിന്റെ മനസ്സിലാവുന്നതാണ്. നമ്മളിത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു 3-4 മാസം നമ്മളിത് എഡിറ്റ് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് പോകും, ശരിക്കും നമ്മൾ എടുത്തു വെച്ചത് നല്ലതാണോ ചീത്തയാണോ, ഇത് നമുക്ക് ഇത് ത്രൂ ഔട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രോസസ്സിൽ നമ്മൾ കൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇത് കോമഡി ഉണ്ടോ ഇതിൽ, ഇത് ചിരിക്കുന്നുണ്ടോ, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ഇത് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ കാണൂ, ഇതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ റിലീസിന്റെ ഒക്കെ ദിവസമായപ്പോൾ ഞാൻ നല്ല ഔട്ടായിരുന്നു, മെന്റലി ഔട്ടായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലാതെ. അത് കഴിഞ്ഞിട്ടൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട്
എടുത്തു മനസ്സിലാവാൻ. ഇത് ആക്ച്വലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് കുറേ മെസ്സേജുകൾ വരുന്നു. സൈചേട്ടന് മെസ്സേജ് വരുന്നുണ്ട്, സുഹാസിനി മാം നമുക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നു, സുഹാസിനി മാമിന് വന്ന മെസ്സേജുകൾ. അപ്പം അങ്ങനെ എല്ലാവരും നമുക്ക് ഒരു 2-3 ദിവസം എടുക്കും ഇതൊന്ന് മനസ്സിലാവാൻ. നമുക്ക് തിയേറ്റർ പോലെ അല്ല. തിയേറ്റർ പടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെട്ടെന്ന് ആദ്യ ദിവസം തന്നെ നമുക്കൊരു അവയർനെസ് കിട്ടും. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഷോയിൽ നമ്മൾ ക്രൗഡിന്റെ കൂടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ചിരി വരുന്നുണ്ട്. പക്ഷെ ഇത് ഓരോരുത്തർ ഇൻഡിവിജ്വലി മൊബൈലിലും ടി വിയിലും കാണുകയാണ്. അത് ചിലപ്പോൾ 2 എപ്പിസോഡായിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചിലർ ആദ്യ ദിവസങ്ങൾക്കൊക്കെ വരുന്ന മെസ്സേജ് ഞങ്ങൾ 3 എപ്പിസോഡ് കണ്ടു, ബാക്കി 3 നാളെ കാണും, ഇതുവരെ കണ്ടത് അടിപൊളിയാണ് എന്നാണ്. അപ്പൊ നമുക്കറിയില്ല ഇനി അടുത്ത 3 കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുവോ, മാറ്റി പറയുമോന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു 2-3 ദിവസം എടുക്കും നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ. ലക്കിലി എല്ലാം നല്ലതായിട്ട് വന്നു, നല്ല അഭിപ്രായമായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടോറിയൽ. അപ്പോൾ അത് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്കൊന്നും പോവാതെ ഇപ്പൊ കോമഡി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ അത് ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു ഏരിയ ആണ്. കാരണം മറ്റ് ഇതുപോലെയല്ല, ആൾക്കാരെ ചിരിപ്പിക്കാൻ, എസ്പെഷ്യലി മലയാളികളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പണ്ടത്തെ കാലത്തെ സിനിമകളൊക്കെയാണ്. അപ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ടൊരു ഹ്യൂമറൽ വാല്യൂ ഉള്ളൊരു സിനിമ ചെയ്യാന്നുള്ളതും, അതേപോലെ മേ ബി ചിലപ്പോ കോൺട്രവേഴ്ഷ്യൽ ആകാം എന്നൊരു സാധ്യതയും കൂടിയുള്ള ഇങ്ങനെ ഒരു സബ്ജക്ട്, ഒരു ഗവൺമെന്റ് ഓഫീസറിന്റെ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇപ്പം നമ്മൾ ഡെബ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ഒരിക്കലും ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നുമില്ല. നിനക്ക് ഒരു അവസരം ഉണ്ട്, നീ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും ആർക്ക് അവസരം കിട്ടിയാലും അവരത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുപോലെ തന്നെയായിരുന്നു. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എനിക്ക് ചെയ്യണം. അത്ര ഈ സ്ക്രിപ്റ്റ് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. നമ്മളിത് വെബ് സീരീസ് ആയിട്ട് സാങ്ഷൻ ആവുന്നതിന് മുമ്പേ സ്ക്രിപ്റ്റ് എനിക്ക് അറിയാവുന്നതാണ്. നമ്മൾ സിനിമയാക്കാനൊരു പ്ലാൻ രാവിലെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ക്രിപ്റ്റ്, പേഴ്സണലി ഇഷ്ടമുണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അതെനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. പിന്നെ കോമഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വലിയ ഇന്റർനാഷണൽ സിനിമയൊന്നും കണ്ടിട്ട് ഒന്നുമല്ല നമ്മൾ സിനിമ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സത്യനിധികാട് സാറിന്റെ പടവും പ്രിയദർശൻ സാറിന്റെ പടവും സദ്ദിഖ് ലാൽ സാറിന്റെ പടമൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി, രാജസേൻ സാറിന്റെ പടമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ജോണർ, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ജോണർ ഈ കോമഡി ഡ്രാമ ഒക്കെ ഉള്ളൊരു മിക്സർ ഉള്ളൊരു ജോണറാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പം ആ ജോണർ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഈസിയർ ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ തന്നെ കുറച്ചൊന്നും ആലോചിക്കുന്നില്ല. നമ്മൾ കുറച്ച് ജന്മന ഉള്ള ഒരു മണ്ടൻ സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കാതെ ചെയ്യുക. എനിക്കറിയാവുന്നുള്ള ധാരണയിൽ അങ്ങ് ചെയ്യുക, പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓഫീസറിന്റെ കഥ, അപ്പൊ ഗവൺമെന്റ് ഓഫീസിൽ പാമ്പ് വരുന്നു, ഇങ്ങനത്തെ സിനാരിയോലൊക്കെ ആലോചിക്കുമ്പോൾ ഇത് എങ്ങാനും തീ കത്തോ എന്നൊക്കെ ഇതിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ചിന്ത നമുക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇന്ത്യയിൽ എല്ലാവരും എല്ലാ ഭാഷയിലും കാണുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സോണി ലിവ്. അവരുടെ ഒരു തറോ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസും അവർക്ക് ഒരു വലിയ പ്രോസസ് ഉണ്ട്. അപ്പൊ അവര് ചിലതൊക്കെ ഇത് ആവശ്യമില്ല, ഇത് ചിലപ്പോൾ കോൺട്രവേഴ്സി വരാം, നമുക്ക് ഇത് ഡൗട്ട്ഫുൾ ആയിരിക്കുന്ന ഏരിയ ഒക്കെ അവര് ഇല്ല അതിനെന്താ കുഴപ്പമില്ല, ആ പൊളിറ്റിക്സ് നമ്മൾ പറയണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ള സമയമുണ്ട്. അപ്പം ആ പ്ലാറ്റ്ഫോമിന്റെ കോൺഫിഡൻസ് ആണ് ഈ സ്ക്രിപ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ്. അപ്പം അവര് ഇത് വർക്കാണ്, ഇത് നല്ല ഹ്യൂമർ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോഴും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും പറയാൻ പറ്റുന്ന കഥയാണ്. പക്ഷെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ഇത് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പം നമ്മുടെ സർക്കാർ സിസ്റ്റം ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ ഓൺലൈനിലായിരിക്കും നമുക്ക് കരടയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്, മൊബൈലിൽ നിന്നൊക്കെ ചെയ്യാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മള് കഥയുടെ ഒരു രസത്തിന് വേണ്ടിയും എന്റർടൈൻമെന്റിന് വേണ്ടിയും ഒക്കെയാണ് നമ്മൾ അതിന്റെ ഒരു മൊത്തം ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സീനകത്തും ആ ഒരു കാര്യങ്ങളുണ്ട്. നമ്മള് സിനിമയിൽ ഇപ്പൊ ഒരു വമ്പിച്ച സീരീസില് ജയമഹേന്ദ്രയില് ഒരു വമ്പിച്ച താരനിരയുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു താരനിരയുണ്ട്. ആദ്യം ഇതിൽ ആരെയാണ് കിട്ടിയത്? നമ്മള് സിനിമയാക്കാനുള്ള പ്ലാൻ ചെയ്തിരുന്നപ്പം തന്നെ സൈചേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം സീരീസ് ആയപ്പോഴത്തേക്കും നമ്മളിത് പ്ലാറ്റ്ഫോമിനോട് ഇത് പിച്ച് ചെയ്തപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് സൈജു കുറിപ്പ് ചെയ്താൽ ഇത് വളരെ നന്നാവും എന്ന്. കാരണം ഇത് ഹ്യൂമറാണ്, പുള്ളിയുടെ ഒരു മെയിൻ ഏരിയ ആണല്ലോ ഹ്യൂമർ. അപ്പം
പുള്ളി ചെയ്താൽ നന്നാവും എന്ന് അവരുടെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഡാഗിനിയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സഹിച്ചാൻ്റെ കൂടെ. അപ്പം സഹിച്ചാൻ്റെ ഒരു ഇതിനു മുമ്പത്തെ ജയമേന്ദ്രൻ റിലീസ് സമയത്ത് ഇന്റർവ്യൂസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സഹിച്ചാൻ്റെ ഒരു വലിയൊരു ടാക്ടിക്സ് ഉണ്ട് എന്ന് വെച്ചാൽ പുള്ളി അഭിനയിക്കാൻ വരുമ്പോൾ സിനിമകളിൽ ചെയ്യുമ്പോൾ പുള്ളി ഡയറക്ടറിനോടോ പ്രൊഡ്യൂസറിനോടോ കൂടെ ആയിരിക്കത്തില്ല പുള്ളി അധികം സമയം സ്പെൻഡ് ചെയ്യുന്നതും പുള്ളി നല്ലതായിട്ട് ഇടപഴകുന്നതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടാണ്. അപ്പൊ ഞാൻ ഡാഗിനി സമയത്ത് ഞാനൊരു ഡാഗിനി സമയത്ത് ഏടിയായിരുന്നു. അപ്പം പുള്ളി ആ സമയത്തൊക്കെ നമുക്ക് തന്നെ അറിയില്ല, ഇത് വലിയ സെറ്റൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്, നമുക്ക് എന്ത് പറയാം എന്ത് ചെയ്യാം അറിയില്ലാത്ത ടെൻഷനുണ്ട് നമുക്ക് ഫസ്റ്റ് പടം വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇത്രയും സിനിമ വർക്ക് ചെയ്യുന്ന ഒരാൾ, നമ്മൾ എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും പുള്ളിയുടെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്, അയാൾ വന്നാൽ നമ്മുടെ തോളത്ത് കൈയിട്ട് എന്തൊക്കെയുണ്ട് ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പൊ ഡാഗിനി സമയത്ത് എനിക്ക് അന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പം സഹിച്ചേണ്ട ഒരു റോള് കൊടുക്കണം. അന്ന് അദ്ദേഹം ലീഡായിട്ടൊന്നും ചെയ്തിട്ടില്ല, സപ്പോർട്ടിങ് റോൾസ് ചെയ്യുള്ളൂ. അപ്പം സഹിച്ചേണ്ട റോള് കൊടുക്കണം എന്നൊരു ചിന്ത അന്നേ ഉണ്ട്. അതിപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്ന് പുള്ളി ഒരു സിനിമയിൽ വർക്ക് ചെയ്താലും ആ പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് അങ്ങനെ ചിന്ത വരുത്തുന്ന പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. വളരെ ബുദ്ധിപരമായി പുള്ളി കളിക്കുന്ന ഒരു കളിയാണ്. നമുക്ക് ഞാൻ ഇത് ജയമഹേന്ദ്രൻ സോണിയുടെ സാങ്ഷൻ കിട്ടി സഹിച്ചേട്ടനോട് പോയി കഥ പറഞ്ഞപ്പോൾ സഹിച്ചേട്ടൻ ആക്ച്വലി സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്ന സമയത്ത് ഇത് അറിയാം. അപ്പം അന്ന് പക്ഷെ മഹേന്ദ്രന്റെ ക്യാരക്ടർ അല്ല പുള്ളി ചെയ്യാനിരുന്നത്, അതിന്റെ കൂടെ ഉള്ള ബാലു എന്ന് പറഞ്ഞ ഇപ്പം രാഹുൽ ക്യാരക്ടറാണ് പുള്ളി ചെയ്യാനിരുന്നത്. അപ്പൊ ഇത് ഈ ക്യാരക്ടർ നമ്മൾ ആരായിരുന്നു പറഞ്ഞിരുന്നത്? അത് വേറൊരു ആക്ടർ ആയിരുന്നു. അപ്പൊ അത് സിനിമയായിട്ട് അത് നടന്നില്ല. ഇപ്പം സഹിച്ചേട്ടൻ ആ ഒരു ഓറയും ഒരു ലീഡ് ആക്ടർ എന്നുള്ളൊരു ഓറ ഉള്ളത് കൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും, സഹിച്ചേട്ടൻ റെഡിലി ആക്സെപ്റ്റ് ചെയ്യുകയും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടർ മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം നമുക്ക് ഒരു സ്ട്രെസ്സും തരാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് മതിയോ അല്ലെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആക്കണോ എന്ന് ചോദിക്കുന്ന, അല്ലെ ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുള്ള അഹങ്കാരം കാണിക്കാത്ത ഒരു ലീഡ് ആക്ടറെ കിട്ടി. അപ്പം സഹിച്ചേട്ടനാണ് നമ്മൾ ആദ്യമായിട്ട് ഓൺ ബോർഡ് ആവുന്ന ആക്ടർ. ഓക്കെ. അപ്പോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ജയമേന്ദ്രൻ, രണ്ടു ചോദ്യം കൂടി ജയമേന്ദ്രനോട് ചോദിക്കുള്ളൂ, അതുകൊണ്ട് നമുക്ക് മാറാം. എനിക്ക് കുറെ സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രോ സീൻ ജയമഹേന്ദ്രയുടെ സഹിച്ചേട്ടന്റെ സീൻ എന്ന് പറയുമ്പോൾ കട ഒഴിപ്പിക്കുന്നിടത്ത് മറ്റേ ബിൽഡപ്പ് നടക്കുന്നു. ആള് വരുന്ന ആളൊരു ചേത്തക്കില് ഒരു വെള്ളയിട്ട് ഈ ക്യാരക്ടർ വന്ന് ഇറങ്ങുന്നു. ജസ്റ്റ് ആളുടെ ഡിപ്ലോമസിയിൽ അവിടെ സംഭവം സോൾവ് ആവുന്നു. നമുക്ക് നോർമലി നമുക്ക് വരുന്ന ഒരു നായകന്റെ ഇൻട്രോ സീനിന്റെ ഒരു വേറെ പകർപ്പാണെന്ന് പറയാം. നോർമലി ഇവിടെ ഉണ്ടാകുന്നത്, ഇവിടെ ഒരു പ്രശ്നം വരുന്നു, അത് മാറ്റാനായിട്ട് അത് വരുന്നു, മറ്റേ പിറവികളുടെ മൂർത്തി ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന് നേരെ ഹ്യൂമറസ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാരക്ടറിന്റെ മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെന്റ് ഇപ്പൊ എങ്ങനെയായിരുന്നു? ആ ഒരു ചേതക്കും ആ ഒരു അപ്പിയറൻസും. ശരിക്കും ഈ ജയമഹേന്ദ്രൻ സീരീസിന്റെ ഒരു ബേസിക് തീം ലൈൻ തന്നെ ഇതാണ്, വാഗ്ദാനങ്ങൾ വീഴാത്ത മനുഷ്യരുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അപ്പം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തൊട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു ബേസ് ലൈൻ തന്നെ ഇതാണ്. പുള്ളിയുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി വലിയ തെറ്റ് കൂടാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നടത്തിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഓപ്പണിംഗ് സീനിൽ തന്നെ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീന് വരുന്നത്. അതിനകത്ത് ഓപ്പണിംഗ് സീനിൽ തന്നെ ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇയാള് കള്ളം പറയും, ഇയാളുടെ കാര്യം നടക്കാൻ വേണ്ടി ഇയാള് ഒരാളെ ഈ ചേത്തക്കൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. അതെ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന, നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു താലൂക്ക് ഓഫീസിലൊക്കെ കുറച്ച് ദിവസങ്ങൾ നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ കണ്ടൊരു ക്യാരക്ടറിന്റെ കുറച്ച് അപ്പിയറൻസും ഒക്കെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. സുഹാസിനി മാം എന്താണ് കഥ കേട്ടിട്ട് വരുന്നത്? സുഹാസിനി മാം ഓൺലൈൻ ആയിരുന്നു നമ്മൾ കഥ പറഞ്ഞത്. അപ്പം എനിക്ക് ഒരു പ്രതീക്ഷയിലായിരുന്നു. രാഹുലേട്ടൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സുഹാസിനി മാം ആയാലും എങ്ങനെ ആയിരിക്കും? ചെയ്യില്ലല്ലോ, പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട. കുറെ പേരോട് കഥ പറയുന്നുണ്ട്. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ കുറെ ആർട്ടിസ്റ്റിനോട് കഥ പറയും. അപ്പം
ഓരോ റോളിന് വേണ്ടി, ചെറിയ റോളിന് വേണ്ടി പലരോടും കഥ പറയും. അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ച് ഇട്ട പോലെ നമ്മള് ഇങ്ങനെ പറയും കഥ. അപ്പം ഓൺലൈൻ വന്നു രാഹുലേട്ടനാണ് അതിന്റെ ഒരു ബേസിക് നറേഷൻ കൊടുത്തത്. ഞാൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പം സുഹാസിനി മാം പറയും, ഇതുപോലത്തെ കഥ ഞാൻ റീസെന്റ് ഒന്നും മലയാളത്തിൽ വന്നിട്ടില്ലല്ലേ, ഇതുപോലത്തെ ഒരു പണ്ടത്തെ സത്യനന്ദിക്കാട് പടങ്ങൾ ഉള്ള പോലെ ഒന്നും വന്നിട്ടില്ല, അത് ഞാൻ ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സുഹാസിനി മാം നമ്മുടെ പടത്തില് സീരീസിൽ അഭിനയിക്കാൻ വരുന്നത്. അതെ, ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, വന്നു ചെയ്തു. ഇപ്പൊ ശ്രീകാന്തൻ ഉണ്ടായിരുന്ന അതേ ഞെട്ടില് വേറെ ആർക്കെങ്കിലും ഒക്കെ കൂടെ തോന്നിയിരുന്നോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോ സുഹാസിനി മാമിന്റെ ഏറ്റവും ഞെട്ടലും ഏറ്റവും സന്തോഷം എനിക്കൊന്ന് എന്റെ അമ്മയാണ്. അവരുടെ ഭയങ്കര ഒരു ഫാനായിരുന്നു. അവർക്ക് കോളേജ് കാലം തൊട്ടേ സിനിമകളൊക്കെ കാണുന്നത് കൊണ്ട് ഇത് പറഞ്ഞപ്പോ ഏറ്റവും എക്സൈറ്റഡ് ആയത് എന്റെ അമ്മയാണ്. സോ നൈസ്. സോ ഫിലിം മേക്കിംഗ് പഠിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോകുന്നു, ആൻഡ് കമ്മിങ് ബാക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നു, പിന്നെ അബുദാബിയിൽ പോകുന്നു. ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഇഫ് അനദർ പേഴ്സൺ കം ആൻഡ് ആസ്ക്ഡ് യു ഐ വാണ്ട് ടു ബി ഫിലിം മേക്കർ, അപ്പോൾ ഒരു ഐഡിയൽ ജേർണി എന്തായിരിക്കും ശ്രീകാന്തേട്ടൻ പറയാം? കാരണം ചിലർ നമ്മുടെ പറയും ഷോർട്ട് ഫിലിം എടുത്ത് ചെയ്യുന്നതെന്ന് പറയും, ചിലർ നോക്കുമ്പോൾ പറയും അസിസ്റ്റ് ചെയ്ത് കയറി എന്ന് പറയും, ചിലർ പറയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്ന് പറയും. അപ്പോൾ ലൈക്ക് ചെന്ന പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ സോ വാട്ട് ഈസ് എൻ ഐഡിയൽ വേ? ഐഡിയൽ വേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇപ്പം അച്ചീവ് ചെയ്തിട്ടുള്ളവരും ഇപ്പം ആ പ്രോസസ്സിലുള്ളവരോട് എല്ലാവരും ചോദിക്കുമ്പം ഒരു ഇൻഡിവിജ്വൽ സ്റ്റോറിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല മറ്റു പലരുടെയും സ്റ്റോറി. അപ്പം എന്നോടിപ്പം നമ്മുടെ കസിൻസൊക്കെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള അനിയന്മാരൊക്കെ +2 കഴിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ പറയുന്ന റീസൺ ഇതാണ്. ഇപ്പം എൻ്റെ സ്റ്റോറി ആയിരിക്കണം എന്നില്ല, എൻ്റെ ജേണി ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ജേണി. അപ്പം നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നമ്മുടെ നടക്കും തന്നെയാണ് എൻ്റെ. ശരിക്കും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് ശരിക്കും എന്താണ്, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് ഫിലിം മേക്കിങ്ങിൽ എത്തുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്? അത് എനിക്ക് ആക്ച്വലി ഒരു 2 സൈഡുണ്ട്, 2 ഒപ്പീനിയൻ ഉണ്ട്. എനിക്ക് തന്നെ 2 ഒപ്പീനിയൻ ഉണ്ട്. ഒന്ന്, ഫിലിം സ്കൂളിൽ നമ്മൾ +2 കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഫിലിം സ്കൂളിൽ പോയത്. ഞാൻ പോയത് ചെന്നൈയിലാണ്. അപ്പം ഞാൻ ഇതിനു വേണ്ടി മാത്രമുള്ളൊരു കോളേജിലാണ് ഞാൻ പോയത്. അപ്പം എനിക്ക് ഉണ്ടായ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം സംസാരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, ഇപ്പോഴും ഞാൻ സംസാരിക്കുന്ന 4-5 ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു 3 വർഷം ശരിക്കും ഞങ്ങൾ ഉള്ള സംസാരവും ഞങ്ങളുടെ ആകെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പം അത് അങ്ങനെയുള്ളൊരു കുറച്ച് ക്ലോസ് ആയിട്ടുള്ളൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ നമുക്കിതൊരു പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫിലിം സെറ്റിൽ തന്നെ വന്ന് പഠിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് സിനിമകൾ കുറേ കാണാം, പിന്നെ ഇത് കുറച്ച് സെറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വന്ന് നമ്മുടെ ക്ലാസ് എടുക്കാം, കുറെ തിയറി പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഒരു 10 കൊല്ലം ഫിലിം സ്കൂളിൽ പോയി പഠിച്ചാലും നമ്മൾ ഒരു 10 ദിവസം ഫിലിം സെറ്റ് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് നമ്മൾ തമാശയ്ക്ക് പറയും, നീ 5ാമത്തെ ദിവസം നിന്നെ കാണണം. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ പറയും. ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കുന്നവന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പം നീ കൊള്ളാം, പക്ഷെ 5ാമത്തെ ദിവസം നീ സെറ്റ് ഷൂട്ട് തുടങ്ങിയിട്ട് 5ാമത്തെ ദിവസം നിന്നെ കാണണം എന്ന് പറയാം. കാരണം ഒരു 5 ദിവസം ആകുമ്പോൾ നമ്മളൊരു 16-18 hours നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹാർഡ്ലി ഒരു 4-5 മണിക്കൂർ ഉറക്കം കിട്ടുകയുള്ളായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ. ആ സമയത്ത് എല്ലാവരും ടയേർഡാവും, ബോഡി ടയേർഡാവും, മനസ്സ് ടയേർഡാവും. ഒരാഴ്ച കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് പാഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോഴും ഒക്കെ AD ആയിട്ട് ഇതുപോലെ തീവ്രമായ പാഷൻ അവർക്കുണ്ട്, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പാഷനേറ്റ് ആയിട്ട് വരുന്നവർ ഈ പറയുന്ന ഈ ഒരു സ്ട്രഗിള്, ഡേ ടു ഡേ സ്ട്രഗിള്, ഷൂട്ടിംഗ് സെറ്റിലെ ഡേ ടു ഡേ സ്ട്രഗിള് കടന്നു പോകുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഉണ്ടാക്കി സെറ്റിൽ നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ജെനുവിൻ എക്സ്ക്യൂസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അല്ല ചിലവർ ഉണ്ടാക്കുന്നതാണ്, കാരണം അവർക്കത് താങ്ങാൻ പറ്റാതെ അവർ പോകുന്നതാണെന്ന് നമുക്ക് തോന്നും. അപ്പം എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അല്ല, നമ്മള് ഐഡിയൽ ജേണി, സോറി. അപ്പൊ ഐഡിയൽ ജേണി എന്ന് പറഞ്ഞൊരു എനിക്ക് അറിയില്ല പറയാൻ എന്താണെന്ന്. കാരണം ഓരോരുത്തർ ഫിലിം സെറ്റിൽ നമുക്ക് പറയാൻ പറ്റും, സ്വന്തം ഫിലിം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഒരു സിനിമ ചെയ്താൽ ഇപ്പോൾ ഞാൻ വെബ് സീരീസ് ചെയ്തു, അതുകൊണ്ട് നമ്മുടെ ജേണി തീരുന്നുമില്ല, നമ്മുടെ സ്ട്രഗിൾ തീരുന്നുമില്ല. അടുത്തത് എന്ത് എന്നുള്ളത് ഒരു സ്ട്രഗിളിലാണ് ഇപ്പം ഞാനുള്ളത്. അതുപോലെയാണ് എനിക്ക് എല്ലാ ഫിലിം മേക്കേഴ്സും ഇവിടെ തോന്നുന്നു. എത്ര ഒരു ഹിറ്റ് കൊടുത്ത ആൾക്കും
ഇപ്പോഴും അയാള് ആ ഒരു വെള്ളിയാഴ്ച ശനി ഞായറൊക്കെ കഴിഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ, ഒരു മാസം കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് റിയാലിറ്റി അടിക്കുന്നത്. എനിക്ക് ജയമഹേന്ദ്രൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിരുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് നമ്മൾ പോകുന്നത്. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പതുക്കെ താഴും. നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പം മെസ്സേജ് വരുന്നില്ല, കോള് വരുന്നില്ല ഇതിന്. അപ്പം നമുക്ക് ഒരു റിയാലിറ്റി അടിക്കും, ഇനി അടുത്തത് എന്തെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പം നമ്മൾ പിന്നെ അതാണ് നമ്മുടെ ചിന്തകളും നമ്മളെ കൂടുതൽ ടെൻഷനാക്കുന്നത്. അപ്പം ആ ഒരു സ്ട്രഗിൾ ഒരു പടത്തിൽ എഡി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പടം ഡയറക്റ്റ് ചെയ്തത് കൊണ്ടോ സ്ട്രഗിൾ തീരുന്നില്ല. പിന്നെ സ്ട്രഗിളിൽ കൂടെ തന്നെ കടന്നു പോകണം. പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി അതെ അതാണ്. ഞാൻ രാവിലെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ഷൂട്ട് പാക്കപ്പായി, നമ്മളൊരു 3-ാമത്തെ 4-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് വീണ്ടും ടെൻഷൻ തുടങ്ങും. അയ്യോ എനിക്ക് സിനിമയില്ലല്ലോ എന്നൊരു ടെൻഷൻ. അത് എനിക്ക് സൈജു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സൈജു ചേട്ടന് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരാഴ്ച അടുപ്പിച്ച് വീട്ടിൽ ഇരുന്ന് അയ്യോ ഞാൻ ഫീൽഡ് ഔട്ട് ആയോ, എനിക്ക് സിനിമയില്ലല്ലോ എന്ന് തോന്നുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ എല്ലാവരുടെയും അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഈ ഒരു ഞങ്ങൾക്ക് സിനിമയില്ല എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ചേട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തു, പിന്നെ ജയമഹേന്ദ്ര ചെയ്തു. അപ്പൊ ഇപ്പോഴും ഈ ഒരു സെൽഫ് ലേണിംഗ് പ്രോസസ്സൊക്കെ ഉണ്ടോ? അത് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. നമ്മൾ ഓരോ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴും, ഇപ്പം ഒരു സിനിമ നമ്മൾ കാണുന്നു, നമുക്ക് ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ഉണ്ടെന്നും ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും മനസ്സിലായി. പക്ഷെ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല ഈ സിനിമ. അപ്പൊ നമ്മൾ ആ നിമിഷം തൊട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ആൾക്കാർക്ക് ഇത് വർക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഒരു ന്യൂ ജനറേഷൻ ജെൻസി പിള്ളേർക്ക് ഇത് വർക്കാവുന്നുണ്ട്, നമ്മുടെ അടുത്തിരിക്കുന്ന സ്കൂൾ പിള്ളേർക്കോ അല്ലെങ്കിൽ കോളേജ് പിള്ളേരോ ഇത് ചിരിക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്, എനിക്കിത് കണക്ട് ആവുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും അവരുടെ കുറ്റമോ ആ ഫിലിം മേക്കറുടെ കുറ്റമോ അല്ല, ഇത് എനിക്കെന്തോ ഈ പുതിയ പിള്ളേരുമായിട്ട് കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ഏത് സിനിമ കാണുമ്പോഴും ഇതിനകത്തുനിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നു. ഒരു പ്രോസസ്സ് ഓൺഗോയിങ് ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പം എഐയും ഒക്കെ വരുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ലോകം മാറിക്കൊണ്ടിരിക്കും, നമുക്കറിയില്ല, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. പക്ഷെ എപ്പോഴും ഇപ്പം ഈ ടെക്നോളജി ഡെവലപ്പ് ആവുന്നൊരു പേസ് അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫോമോ അടിച്ചിട്ട് തന്നെ എഴുന്നേക്കുന്നത്, എനിക്കറിയില്ല പുതിയതായിട്ട് എന്തോ നടന്നു, ഇപ്പൊ ഞാൻ ഉറങ്ങി എണീറ്റ സമയത്ത് എന്തോ ലോകം മാറിയിട്ടുണ്ട്. അതെ, ലോകം മാറിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ രാവിലത്തെ എല്ലാ ദിവസവും രാവിലെ ഒരു 3-4 മണിക്കൂർ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ഉറങ്ങിയ സമയത്ത് എന്താ ലോകം മാറിയത് എന്നുള്ളത് മനസ്സിലാക്കാനായപ്പോ എല്ലാവരും ട്രൈ ചെയ്യുന്നത്. നമുക്ക് വെബ് സീരീസിലേക്ക് അതായത് ജയമഹേന്ദ്ര അല്ല, ലൈക് ജനറലി നമ്മൾ പറയുമ്പോൾ ഒരു വെബ് സീരീസ് ഹാസ് മോർ റൺ ടൈം. അപ്പോൾ ലൈക്ക് അതിൻ്റെ ഒരു പ്രിവിലേജ് ഒരു വെബ് സീരീസ് നമുക്ക് എടുക്കുമ്പോൾ ഉണ്ടാവും, ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗിലേക്ക് പോകാനും. അങ്ങനെ ഒരു 3 hour മൂവിയേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ എന്തെങ്കിലും ഒരു വെബ് സീരീസ് നമ്മൾ ജയമഹേന്ദ്രന്റെ കാര്യമാണെങ്കിൽ അത് ആക്ച്വലി ഒരു സിനിമയുടെ ലെങ്തിലേ ഉള്ളൂ, 6 episodes 30 minutes ഈച്ച്. അപ്പം പക്ഷെ ഇതിനൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിത് മൾട്ടിപ്പിൾ സീസൺസ് ആലോചിക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ തന്നെ നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റിൽ നിന്നും കുറെ പൊളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഒരു ക്യാൻവാസ് വലുതാണ്, നമുക്കിതിന് ഓക്കെ ഇത് ഹിറ്റാണ്, ഈ സീസൺ ഹിറ്റാണെങ്കിൽ അടുത്ത സീസൺ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാക്കിയെല്ലാം സിനിമയുടെ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പുറം രാജ്യത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സീരീസുകൾ കൂടുതലും ടെലിവിഷനിലാണ്. അതെ, നമുക്ക് പക്ഷെ ഇപ്പോഴും ഹിറ്റാവുന്ന സീരീസുകൾ ഒരു ഭൂരിഭാഗവും നമ്മുടെ ഈ പറയുന്ന OTT-യിലാണ്. നമുക്ക് ടെലിവിഷൻ സീരിയൽസുകളുണ്ട്, സീരീസിന്റെ റെവല്യൂഷൻ തന്നെ ടിവിന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോഴും ടെലിവിഷനിലേക്ക് ഈ സാധനം എത്തിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ സീരിയലുകൾ ഉള്ളൊരു ഫോർമാറ്റ് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഫാക്ടർ ആയിരിക്കും മെയിൻലി എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ TV സീരിയലിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എപ്പിസോഡ്സ് ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ ചെയ്യണം എന്നുള്ളൊരു കാരണം കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ഉടനെ മാറും, ഫ്യൂച്ചറിൽ നിയർ ഫ്യൂച്ചർ തന്നെ ഇത് മാറി ടിവിയിലേക്കും ഹൈ ക്വാളിറ്റി സീരീസുകൾ വരും. മേ ബി ഒരു 8 episode 10 episodes ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഒരു 300 episode 400 episode ഉള്ള സീരിയലുകൾ ആയിരിക്കത്തില്ല. പക്ഷെ അതിലേക്ക് മാറും എന്ന് എനിക്ക് തോന്നുന്നു നിയർ ഫ്യൂച്ചറിൽ. ഇപ്പൊ ലൈക്ക് നമ്മളിപ്പോ ലൈക്ക് ഏതെടുത്താലും ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എവറിത്തിങ് ഈസ് ടെലിവിഷൻ. ഇവൻ സ്യൂട്ട്സ് ആണെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ബഡ്ജറ്റ് ഇഷ്യൂ കൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നാട്ടിൽ ആ ഒരു
ഹൈ ക്വാളിറ്റി ഹൈ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സീരീസുകൾ വരാത്തത്. പക്ഷെ ഇനി അത് മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻസിലേക്കൊക്കെ എപ്പോഴും പോയിട്ടുണ്ടോ? ടെലിവിഷന് വേണ്ടി ഒരു സാധനം ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എവിടെയോ ഇത് ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്, സംഭവിക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം പല ഇപ്പം എൻ്റെ വ്യൂവർഷിപ്പിലും കൺസ്യൂം ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ഒക്കെ ഞാൻ പറഞ്ഞാൽ ഓരോ ദിവസവും അല്ലെ ഓരോ മാസവും മാറുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ അറിവിൽ പ്ലാറ്റ്ഫോമുകളൊക്കെ മേജർ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഈ റീൽ സൈസിലുള്ള 2 minutes 3 minutes ഡ്യൂറേഷനിലുള്ള 100 episodes 200 episodes നമ്മൾ റീല് കാണുന്ന ഡ്യൂറേഷൻ അത്രയും പോലും നമ്മുടെ മൈൻഡ് അറ്റൻഷൻ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അതിനെ കേറ്റർ ചെയ്യാൻ വേണ്ടി എല്ലാ പ്ലാറ്റ്ഫോമിലും ഇനി ഇങ്ങനത്തെ കണ്ടന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതിനെ കുറിച്ചുള്ള സംസാരം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഒരു 2 minutes എപ്പിസോഡ്സ് ആയിരിക്കും അത്, പക്ഷെ കഥ മുന്നോട്ട് പോകും. പക്ഷെ അത് നമ്മുടെ ഫുൾ വെർട്ടിക്കൽ വെർട്ടിക്കൽ സ്ക്രീനിന് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചേട്ടൻ്റെ ജേണിയെ പറ്റി പറയുമ്പോൾ ചീഫ് അസോസിയേറ്റ് ആയിട്ട് 3 പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ടുണ്ട് അല്ലേ? ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഞാൻ കോക്കോ, കീടം, തോൽവി FC, നിള, അപ്പു ഭട്ടതിരി ഡയറക്ട് ചെയ്ത ബേസിൽ ആന്തോളജി, വിട്ടുപോയിട്ടുണ്ട് KCF കേരള ക്രൈം ഫയൽസ്. ഓക്കെ, ഇനിയപ്പം ഇപ്പൊ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഒരു ആക്ടറിന് വേണ്ടി അഭിനയിക്കില്ലെന്ന് അറിയാം, ഡയറക്ടർ ഒക്കെ ഇതോ എല്ലാം ഓവറോൾ സീ ചെയ്യുന്ന ഒരാളാണ്, എഡിറ്റർ ഇതാണ്. സോ ഇപ്പൊ ADs ഒരു നോർമലി വരുന്ന ഒരു നമ്മുടെ ഒരു മീഡിയോകോർ സിനിമകൾക്ക് എത്ര ADs ഉണ്ടാവും? അപ്പോൾ എന്തൊക്കെയാണ് ഈ ADസിന്റെ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെയാണ് ഈ ചീഫ് അസോസിയേറ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്? ഇത് ഓരോ പ്രൊജക്ട് മാറും. ഒരു എക്സാമ്പിൾ ഇപ്പൊ ജയ മഹേന്ദ്രനാണെങ്കിൽ നമുക്ക് ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വരാൻ പോകുന്ന സിനിമയിലൊക്കെ അദ്ദേഹമായിരുന്നു ചീഫ് അസോസിയേറ്റ്, ബൽരാജ് എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ അടിയിലൊരു 2-3 അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, 2-3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയൊക്കെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒന്നാണ്. ഡയറക്ടർ തൊട്ട് താഴോട്ട് എല്ലാവരും ചെയ്യുന്നത് പല പേരാണെങ്കിലും നമ്മള് ഇന്നത്തെ ഷൂട്ട് നടന്നു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് എന്റെ ജോലി ഇന്ന് ഈ കപ്പ് ഇവിടെ വെക്കുന്നതാണ്, ബാക്കിയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് നമുക്ക് സെറ്റിൽ പറയാൻ പറ്റില്ല, ഏത് തസ്തികയിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ. അപ്പം ചിലപ്പം ഇന്ന് ജോയിൻ ചെയ്ത ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യൻ ചെയ്യേണ്ട ജോലി ചിലപ്പോൾ അവൻ്റെ അതായിരിക്കില്ലായിരിക്കും, പക്ഷെ അവൻ ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ ചീഫ് അസോസിയേറ്റിന്റെ ജോലി ചിലപ്പം ചെയ്യേണ്ടി വരാം ഒരു 10 മിനിറ്റത്തേക്കെങ്കിലും ഒക്കെ. നമുക്കൊരു സെറ്റിൽ വരുമ്പോൾ നമുക്ക് ഇന്നതാണ് ഇയാളുടെ ജോലി, അല്ലെ ഇതെന്റെ ജോലി അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമുക്ക് മേ ബി ഫ്രഷേഴ്സ് ആയിരിക്കാം. അസോസിയേറ്റ് ഡയറക്ടർ കുറച്ച് 2-3 സിനിമകൾ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. ഇതിൻ്റെ എല്ലാം മുകളിൽ ചീഫ് അസോസിയേറ്റ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ അപ്പോൾ ഓരോരുത്തർക്കും ഇന്ന ഡിപ്പാർട്ട്മെന്റ് നീ നോക്കണം, ഇന്നത് നീ ചെയ്യണം, അങ്ങനെയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്കിപ്പം കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഒരാളായിരിക്കും, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ട് സംസാരിക്കണം, ആർട്ട് അസിസ്റ്റൻസ് ആയിട്ട് സംസാരിക്കണം, അന്നന്നത്തെ സീനിലുള്ള ആർട്ട് പ്രോപ്പർട്ടിയും എല്ലാം സെറ്റും എല്ലാം റെഡി ആണെന്ന് അയാൾ ഉറപ്പാക്കണം. കോസ്റ്റ്യൂമിൽ അങ്ങനെ തന്നെയാണ്, കണ്ടിന്യൂറ്റി നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു സീനിന്റെ പകുതി ആയിരിക്കും നമ്മളൊരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക, സീനിന്റെ പകുതി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി നോക്കിയിട്ട് ആ കോസ്റ്റ്യൂം നമ്മൾ ചെക്ക് ചെയ്ത്, ഇപ്പം വളരെ ഈസിയാണ്. പണ്ടൊക്കെ നോട്ടിലൊക്കെ എഴുതി വെക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വെച്ചാൽ ഞാനൊക്കെ നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് 90s വരെയുള്ള കാലഘട്ടത്തിൽ ഇയാൾ എന്ത് ഡ്രസ് ആയിട്ട് പേന എവിടെ ഉണ്ടായിരുന്നു, മുണ്ടിൽ കറയുണ്ട് എന്നൊക്കെ ഉള്ളത് എഴുതി വെക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഫോണിൽ ജസ്റ്റ് ഫോട്ടോ എടുത്താൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പം പിന്നെ എല്ലാ പടത്തിലും ഇപ്പോൾ സ്പോട്ട് എഡിറ്റിങ്ങും ഉണ്ട്. വളരെ ഈസിയായി നമ്മുടെ ജോലിയെല്ലാം ADസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരാളുണ്ട്, ഒരു ക്ലാപ്പ് AD ഉണ്ടാവും, എഡിറ്റ് റിപ്പോർട്ട് അയാളായിരിക്കും സെറ്റ് ചെയ്യുന്നത്, ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കാൻ ഒരാളുണ്ടാവും, ചീഫ് അസോസിയേറ്റ് ഷെഡ്യൂള് നോക്കുകയും പ്രൊജക്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ AD എടുത്ത സമയത്ത് അല്ലെങ്കിൽ സെറ്റിൽ എടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഓർമ്മയിലുള്ള ചീത്ത കേട്ടത് അനുഭവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചീത്ത കേൾക്കുന്ന ഒരു അനുഭവം എനിക്കൊന്ന് എല്ലാ ADസിനും ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. വെച്ചാൽ ഈ പറഞ്ഞാൽ അതിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുമല്ല, ചീത്ത വിളിക്കുന്നതിനെയൊക്കെ. ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ ചീത്ത വിളിക്കാതെ വർക്ക് കൊണ്ട് നടക്കാൻ പറ്റും. ആസ് എ ഡയറക്ടർ ആയപ്പോൾ ഞാൻ എൻ്റെ സെറ്റിൽ അങ്ങനെ ആരെയും വഴക്ക് പറഞ്ഞായിട്ടൊരു ഓർമ്മ എനിക്കില്ല. അപ്പം ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ
ഇത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഇപ്പം ഡയറക്ടറോ അല്ലെ ആ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറോ, ഇപ്പം ഒരാൾക്ക് മിസ്റ്റേക്ക് പറ്റാം. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അയാൾ പുതിയ ഒരാളാണ്, ചിലപ്പോൾ അയാൾ കണ്ടിന്യൂറ്റി നോക്കിയപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു നോക്കേണ്ടത് എന്നൊരു ഈ ഹൈറാർക്കിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ ആ റെസ്പോൺസിബിലിറ്റി എടുത്താൽ താഴോട്ട് ആ സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, ആ പ്രഷർ ഫീൽ ചെയ്യില്ല. അപ്പം പക്ഷെ ചീത്തവിളിയൊക്കെ നമുക്ക് കേൾക്കും. ചിലപ്പോൾ ആർട്ടിസ്റ്റിന്റെ ചീത്തവിളി ഉണ്ടാവും. നമ്മുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവർ ചിലപ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഈ എൻ്റെ കഴിഞ്ഞ ഷോട്ടിൽ എൻ്റെ ഫോൺ റൈറ്റ് ഹാൻഡിലായിരുന്നോ ലെഫ്റ്റ് ഹാൻഡിലായിരുന്നോ, അവർക്കറിയാം ശരിക്കും റൈറ്റിലായിരുന്നോ ലെഫ്റ്റിലായിരുന്നോ എന്ന് അവർക്ക് നല്ല ധാരണയുണ്ട്. നമ്മൾ ചുമ്മാ അപ്പം പെട്ടെന്ന് ആൻസർ പറയാൻ വേണ്ടി നമ്മൾ റൈറ്റിലായിരുന്നു എന്ന് പറയും. അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും ഉറപ്പാണോ, അല്ല ലെഫ്റ്റിലാണ് എന്ന് അവർ പറയുമ്പോഴായിരിക്കും നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ലെഫ്റ്റിലായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമുക്ക് ചീത്തവിളി എന്ന് വെച്ചാൽ മറ്റേ തന്തയ്ക്ക് വിളി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, നീ എന്താ ശ്രദ്ധിക്കാത്ത എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് വാണ്ടർ ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ ചിലപ്പോൾ ശരിയാണല്ലോ ഞാൻ ശ്രദ്ധിക്കണമല്ലോ എന്നൊരു തോന്നൽ വരുത്താൻ അത് നല്ലത് തന്നെയാണ് വഴക്ക് കേൾക്കുക എന്നുള്ളത്. അപ്പൊ ചേട്ടൻ ഡയറക്ടറായി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ജിസ്റ്റേഡ് ഡയലോഗ് ഉണ്ടല്ലോ, എതിരെ നിൽക്കുന്ന ആളുടെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ എടുത്തും പണിയെടുത്താൽ അങ്ങനെ ഉണ്ടാവും നമുക്ക്. നമ്മള് ഞാൻ ആ ഷൂസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്ക് പോയിന്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മള് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ വർക്ക് അല്ല ചീഫ് അസോസിയേറ്റ് ആകുമ്പോൾ നമ്മൾ വർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ചീത്ത വിളിക്കേണ്ടി വരുമായിരിക്കാം, വഴക്ക് പറയേണ്ടി വരുമായിരിക്കാം, ഒച്ചെടുക്കേണ്ടി വരുമായിരിക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ അത് മനസ്സിൽ കൊണ്ട് നടക്കാതെ, അത് നമ്മൾ ആദ്യം ഒരു ഷൂട്ടിന് 2 ദിവസം മുമ്പേ നമ്മൾ എല്ലാ ഡയറക്ഷൻ ടീമിലും എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നമ്മൾ ഈ സെറ്റിൽ വെച്ച് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ വഴക്ക് പറയുന്നു, നമ്മൾ ഒച്ചെടുത്ത് സംസാരിക്കുന്ന ഒന്നും നിങ്ങളോടുള്ള പേഴ്സണൽ ദേഷ്യമല്ല. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ആ സീൻ കഴിയുമ്പോൾ അല്ലെ ആ ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മളത് മറക്കും. നമ്മൾ അതിനുവേണ്ടി ആ കാര്യം നടത്താൻ വേണ്ടിയുള്ള ഒച്ചയെടുപ്പാണ് നമ്മളൊന്ന് ആദ്യമേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അത് കഴിയുമ്പോൾ നമ്മൾ ആ ഗ്രഡ്ജ് ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ നമ്മൾ അടുത്ത സീനാകുമ്പോഴത്തേക്കും മറ്റേ നമ്മൾ നേരത്തെ ചീത്ത വിളിച്ചാൽ തോളത്ത് കൈയിട്ട് എന്തെങ്കിലുമൊക്കെ തമാശ പറയുമ്പോൾ അതവിടെ സോൾവ് ആവേണ്ടതാണ്, അതാകാറുമുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, നമുക്കിനി ഈ ഒരു സംഭവത്തിലേക്ക് പോവാം. ചേട്ടൻ എന്താണെന്ന് അറിയാനൊരു അപ്പൊ ഇതിന് ചേട്ടൻ ഓരോന്നെടുക്കുക. അപ്പൊ ഒരെണ്ണെടുക്കുമ്പോൾ അതിൽ എന്താണെന്ന് അറിയാലോ, അപ്പൊ അതിനെ പറ്റി സംസാരിക്കുക. സിനി ക്രഷ് മൊമെന്റോ? സിനി ക്രഷ് മൊമെന്റ്, ആ ക്രഷ് അല്ല, സിനിമയോട് ഒരു ക്രഷ് തോന്നിയ ഒരു മൊമെന്റ് അല്ലെങ്കിൽ എനിക്ക് +1 എന്താ പഠിച്ചപ്പോഴാണ് വിനയത്താണ്ടി വരുവായ റിലീസായത്. അപ്പം ആ സമയത്താണ് അത്. അതിൻ്റെ അകത്ത് സിനിമയുടെ പിന്നിലൊരു സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കഥയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഒരു ആദ്യമായിട്ട് ഒരു ക്രഷ് തോന്നിയത് സിനിമയോട്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ, ഇങ്ങനെ കഥ പറയാൻ. നമ്മളെ മൂവ് ചെയ്തത് ആ സമയത്ത് നമുക്കൊക്കെ ടീനേജ് ഒക്കെയാണ്, നമുക്ക് പ്രേമവും ഇഷ്ടമൊക്കെ തോന്നിയ സമയത്ത് നമ്മളൊരു കണ്ട് മൂവി ഇഷ്ടം തോന്നിയ ലവ് സ്റ്റോറിയാണ് വിനയത്താണ്ടി വരുന്നത്. അപ്പം അതൊരു ക്രഷ് തോന്നിയ ആദ്യത്തെ എൻ്റെ ഓർമ്മയിലൊക്കെ സിനിമയിലാണ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, നെക്സ്റ്റ്. ഫേവറേറ്റ് ഫിലിം? ഫേവറേറ്റ് ഫിലിം ഇത് എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും വേർക്കുന്ന ചോദ്യമാണ്. അല്ല, 1-2 പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ളത് എനിക്കൊന്ന് സിന്ദഗി നാമിലേക്ക് ദുബാരയാണ്. അപ്പം അത് ആണ് എൻ്റെ ഒരു മാനദണ്ഡമെങ്കിൽ ഫേവറേറ്റ് ഫിലിം അതായിട്ട് പറയാം. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ്ലി കാണുന്നതും നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ളപ്പോഴും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കാണുന്ന സിനിമകളൊക്കെ ഉണ്ട്. പിന്നെ ഫേവറേറ്റ് ഫിലിം മേക്കേഴ്സ്, ഫേവറേറ്റ് ഫിലിം സിദ്ദിഖ് ലാലിൻ്റെ പഴയ സിനിമകൾ നമ്മളെ ഫേവറേറ്റ് സിനിമയാണ്. നമ്മൾ എപ്പോൾ TV വന്നാലും നമ്മളിരുന്ന് കാണുന്ന ഒരു സീൻ കണ്ടാൽ നമുക്ക് ഫുള്ള് തീർക്കാതെ പോകാൻ പറ്റില്ലാത്ത സത്യനന്ദി കട്സാന്റെ സിനിമയും പ്രിയദർശന്റെ സിനിമയും പറഞ്ഞ പഴയ കോമഡി സിനിമകളെല്ലാം, ഫാമിലി സിനിമകളെല്ലാം ഇപ്പോഴും ഫേവറേറ്റ് സിനിമകൾ തന്നെയാണ്. എപ്പോഴെങ്കിലും ഈ സിന്ദഗി നാമിലേക്ക് ദുബാര പോലെയൊക്കെ ഒരു ട്രാവൽ മൂവിയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഒക്കെ ഉണ്ടോ? നല്ല സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ചിന്ത, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയല്ല ആദ്യം വരുന്നതെന്ന് തോന്നില്ല. പക്ഷെ ഇങ്ങനത്തെ എടുക്കാനായിട്ട് തോന്നാറില്ലേ? ഇങ്ങനത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചാവാം, ഇങ്ങനെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ചാവാം എന്നൊരു തോന്നലാണ്, തിരിച്ചുകൊണ്ട് മരിക്കാമെന്നൊരു ചിന്തയാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ സിനിമ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സംഭവിക്കണ്ട.
ഫസ്റ്റ് ഡേ ഓൺ സെറ്റ്. അയ്യോ, ഫസ്റ്റ് ഡേ ഓൺ സെറ്റ്. ഏത് സെറ്റ് ആയി? ലൈക്ക് എനി സെറ്റ്? ഞാൻ ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡാഗിനി എന്നുള്ള സിനിമയിലാണ് ആദ്യത്തെ ദി ഫിലിം സെറ്റ് കാണുന്നത്. അപ്പൊ അത് രാഹുലേട്ടൻ അതിന് മുമ്പ് ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ സിനിമയാണ് ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് രാഹുലേട്ടനെ ഫസ്റ്റ് ഒരു ബിഗ് ഫിലിം സെറ്റ് ആയിരുന്നു ഡാഗിനി. നമ്മളതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ രാഹുലേട്ടൻ ഒരു കാറിലാണ് വന്നത് ഫസ്റ്റ് ദിവസം. അന്ന് തന്നെ എന്തോ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഷെഡ്യൂളിന്റെ ഒരു ഇത് കാരണം നമുക്ക് ഒരു വലിയൊരു സീൻ, ചെമ്പൻ വിനോദിന്റെ ചെമ്പൻചാണ്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട് ഡാഗിനിയിൽ. അത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റും അവരുടെ ഉത്സവം സെറ്റപ്പും, ഒരു പാലത്തിൽ ഒരു ബസ് നിറയെ വണ്ടി വരുന്നു, ചെമ്പൻചാണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മഴ, ഇങ്ങനെ നമുക്കൊരു ഒരിക്കലും ഫസ്റ്റ് ഡേ നമുക്ക് വരരുതാത്ത എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഹർഡിൽസും ഉള്ള ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം നമ്മൾ ആദ്യമായിട്ട് സെറ്റ് വരുന്നു, ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും രാവിലെ ചോദിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പൊ ഇതാ നമ്മുടെ സെറ്റ്, ഇങ്ങോട്ട് ഇറങ്ങിയത്. അത് മനസ്സിലാവുന്നതാണ്. അവിടെ അന്നെല്ലാം ഉണ്ടായിരുന്നു, ജിബും 2 ക്യാമറ, മൾട്ടി ക്യാമറയും. അപ്പം അതാണ് ഫസ്റ്റ് ഡേ ഓൺ സെറ്റ്. പാളിപ്പോയ ദിവസമാണ് നമുക്ക് മൊത്തത്തിൽ. വോക്കി ടോക്കി തരുന്നു പ്രൊഡക്ഷൻ കൊണ്ട്, നന്നാണ് തരുന്നു വോക്കി ടോക്കി തരുന്നു, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വിളിച്ച് കാറും. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അന്ന് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ആള് നിതിൻ മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു 10-40 സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആണ് അദ്ദേഹം. എല്ലാ മേജർ വലിയ സിനിമകളുടെയും ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പം അദ്ദേഹമൊക്കെ അന്ന് നമ്മളോട്, നീ എന്തിനാണ് അവിടെ നിന്ന് വിളിച്ചു പോകുന്നത്, നിനക്ക് കയ്യിൽ വോക്കി ടോക്കി ഇല്ലേ എന്നൊക്കെ ചോദിച്ചൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അതാണ് ഫസ്റ്റ് ഡേ ഓൺ സെറ്റ്. നമ്മളെ കിളി പറന്നുപോയ ദിവസമാണ്. രാഹുൽ റിജി നായർ. രാഹുലേട്ടനാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നതിന്റെ ഒരു മേജർ റീസൺ രാഹുലേട്ടനാണ്. രാഹുലേട്ടന്റെ സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ സ്ട്രഗിൾ ചെയ്തു. ചിലവര് സിനിമയിൽ നിങ്ങൾ നാളെ വന്ന് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നെ ഫോൺ വിളിച്ചാൽ മതി ജോയിൻ ചെയ്തോ എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ കട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. മനസ്സൊക്കെ മടുത്തിരിക്കുമ്പോഴാണ് രാഹുലേട്ടൻ ഇതുപോലെ തന്നെ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് പടം ഓണാവാതെ സ്വന്തമായിട്ടൊരു ചെറിയ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു അതിൻ്റെ ഭാഗമാകുന്നത്. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ ദിവസവും രാഹുലേട്ടൻ ആണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളെ. ഇങ്ങനെ നിരുന്നാൽ പോരാ, നമുക്ക് കുറെ ചെയ്യാനുണ്ട്. ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു മെന്റർഷിപ്പ് നമ്മൾ രാഹുലിന് കൊടുക്കുന്നതല്ല. നമ്മുടെ രാഹുലിന്റെ ടീമിലേക്ക് വരുമ്പോൾ ഹി ടേക്സ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇപ്പം ഈ പടത്തിൽ ഫ്ലാസ്കിൽ വന്ന ഒരു ക്ലാപ്പ് എഡിയുടെ പോലും അവന് സിനിമ ചെയ്യണം, നീ കഥ എഴുത് എന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന, അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള, ഞാൻ എ ഡി ആയിട്ടും ഞാൻ അസോസിയേറ്റ് ആയിട്ടും ചീഫായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു മറ്റേ ചീത്തവിളിയും ഞാൻ കേട്ടിട്ടില്ല. ഈ പറഞ്ഞ വഴക്കുകൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഇതൊന്നും നമ്മളെ വിഷമിപ്പിക്കുന്ന, മനസ്സ് മടിപ്പിക്കുന്ന ചീത്തകളൊന്നുമല്ല. രാഹുലേട്ടനാണെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും, അഹമ്മദിക്ക ആണെങ്കിലും അപ്പുച്ചേട്ടനാണെങ്കിലും കോരയാണെങ്കിലും, കോരയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പം, ജോർജ് കോര. അതെ, ഓരോ ഡയറക്ടേഴ്സിൽ നിന്നും എനിക്ക് കുറെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം അവരെങ്ങനെയാണ് സെറ്റ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഒരു സീൻ നറേറ്റ് ചെയ്യുന്നത്, എല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന രാഹുലേട്ടനാണ്. ഒരു രാഹുലേട്ടൻ്റെ കൂടെ ഒരു ബ്രദർലി ഫീലിംഗ് ഉണ്ട്. ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ഇൻ മൈ കരിയർ ആൻഡ് ലൈഫ്. അപ്പൊ ഇത്രയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സണെ ലൈക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിനും വേണ്ടി ആക്ഷനും കട്ടും വിളിക്കുന്നത്, അത് ആളെഴുതി കഥ, ആളെഴുതി ക്യാരക്ടർ. അപ്പോ അത് ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അത് എൻജോയ്മെന്റ് ആയിരുന്നു, അത് അതിനകത്തൊരു ടെൻഷൻ? അല്ല, എനിക്ക് ഞാൻ എൻജോയ് ചെയ്തിരുന്നു. രണ്ടുപേരും എൻജോയ് ചെയ്തിരുന്നു. നമുക്ക് അത് വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ നമ്മൾ എ ഡി ആയിരുന്നപ്പോ നമ്മളെ വഴക്ക് പറഞ്ഞ ഒരാളെ ഡയറക്ടറിന്റെ മോണിറ്ററിൽ ഇരുന്നിട്ട് പറ്റിയല്ലിട്ട് പോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരവസരമായിരുന്നു. അതേ മുതലെടുത്തു. പക്ഷെ വളരെ എൻജോയ് ചെയ്തിരുന്നു. ഇതിന്റെ ഷൂട്ടിംഗ്, ജയ് മഹേന്ദ്രന്റെ ഷൂട്ടിംഗ് ഡേയ്സ് എല്ലാം എൻജോയ് ചെയ്തിരുന്ന ദിവസങ്ങളാണ്. നമുക്ക് ആ ഒരു ഫാമിലി പോലത്തെ ഒരു ഫീല് നമ്മൾ ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പടത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റുഡിയോസിന്റെ എല്ലാ പ്രൊജക്റ്റിലും നമ്മളതൊരു നമ്മുടെ ഒരു പോളിസി ആയിട്ട്
നമ്മുടെ സെറ്റിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും നമ്മളതിന് വേണ്ടി നിൽക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഡയറക്ഷൻ ടീമിൽ ഒക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ അണ്ടറിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ടീമിൽ വർക്ക് ചെയ്തിട്ട് പോകുന്ന ആർക്കും ഒരു നമ്മളെക്കുറിച്ചൊരു മോശം ആസ് എ ടീം അല്ലെ ആസ് എ കമ്പനി പറയാൻ മോശം ഉണ്ടാവരുത് എന്ന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉള്ള ഒരു കമ്പനി വ്യക്തിയുമാണ് രാഹുലേട്ടൻ. രാഹുലേട്ടൻ്റെ ഇപ്പൊ നമ്മൾ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമയും അതിന്റെ പ്രൊമോഷൻസും ഒക്കെ കാണുമ്പോൾ ലൈക്ക് ഇത് ഇതുവരെ പോയൊരു പരിപാടി അല്ലാന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പൊ അതിന്റെ സോഷ്യൽ മീഡിയ റീലുകളാണെങ്കിലും ഫ്ലാസ്ക് തന്നെയല്ലേ ഫ്ലാസ്ക്. അപ്പൊ അത് മൊത്തം അതായത് രാഹുലേട്ടൻ ഒരു ട്രാക്ക് മാറ്റുന്ന ഒരു മോഡലാണോ? നല്ലൊരു സിനിമയാണെന്ന് എനിക്ക് വിശ്വാസം. ഫ്ലാസ്ക് സൈജു കുറുപ്പ്, സുരേഷ് കൃഷ്ണ, അതെ അതെ, അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ആണ്. അതിന്റെ റീൽസിന്റെ സ്വഭാവമുള്ള സിനിമ തന്നെയാണ്. പക്ഷെ കുറച്ച് ഡെപ്തിൽ, സൂപ്പർഫിഷ്യൽ അല്ല ആ കഥ, കുറച്ച് ഡെപ്തിൽ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ഒരു പടം തന്നെയാണിത്. ജൂലൈയിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ആ പടവും ലൈക്ക് ഭംഗിയാവട്ടെ. സോ എന്തൊക്കെയാണ് ഇനി ഇന്ദുചൂടന്റെ പ്ലാൻസ്? സിനിമാക്കാരനോട് ഒരിക്കലും ചോദിക്കുന്ന കാര്യമാണ്, അല്ല ഗൾഫുകാരനോട് നാമത്തിരുന്നൊന്നും ചോദിക്കരുതെന്ന് പറയുന്നത്. നമ്മൾ ഒരു 1-2 OTT പ്ലാറ്റ്ഫോമിൽ വെബ് സീരീസുകൾ പിച്ച് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് മീറ്റിങ്ങും കോളുകളും ഒക്കെ നടക്കുന്നുണ്ട്. സിനിമയ്ക്ക് ഉള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പരിപാടികളും പാരലലി നടക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. സിനിമയ്ക്ക് പുറത്തോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നതിന് ഭയങ്കര എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ മനസ്സിലായില്ല. സിനിമയിൽ തന്നെ അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തോ? സിനിമയിൽ എനിക്ക് അഭിനയവും പാരലലി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അതിനിപ്പോൾ ചാൻസ് ചോദിക്കാറുണ്ട്. അറിയാൻ സ്വയം ഡയറക്ട് ചെയ്ത് സ്വയം അഭിനയിക്കാനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജയമഹേന്ദ്ര ലീഡിലേക്കൊക്കെ അങ്ങനെ അയ്യോ അത്രയുള്ള കഴിവില്ല. അപ്പം വേറെ കഴിവുള്ള ഡയറക്ടേഴ്സിന്റെ പടത്തിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്യണം. ലീഡാവാം, കുഴപ്പമൊന്നുമില്ല. എന്റെ നാക്ക് ഒന്നായി പോട്ടെ. അപ്പം അതൊക്കെ ആണ് ആഗ്രഹങ്ങൾ. ഓക്കെ, സോണി ലൈവ് പോലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ജയമഹേന്ദ്ര വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് അവരുടേതായ ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഉണ്ടാവും, കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രി, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഈ ഒരു ബന്ധങ്ങളിലൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഓടുന്നത്, നമ്മൾ കഥ പറയുന്നതാണെങ്കിലും. അപ്പോൾ ലൈക്ക് നമുക്ക് പ്രൊഫഷണലിസം ഇല്ലെന്നല്ല, വി ഹാവ് എ ഗുഡ് ടീം. പക്ഷെ ഈ ഒരു കോർപ്പറേറ്റ് കൾച്ചറിനോട് നമുക്ക് അഡാപ്റ്റ് ആവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നോ? എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഫസ്റ്റ് മിനിറ്റ് സ്റ്റുഡിയോസിന് രാഹുലേട്ടൻ ഓൾറെഡി ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സൗത്ത് ഏഷ്യൻ മാർക്കറ്റിംഗ് ടീമിനെ ഹെഡ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ ഉള്ളത് കൊണ്ട് നമുക്കത് അധികം അഫക്ട് ചെയ്തിട്ടില്ല. യെസ്, നമ്മുടെ ഇൻഡസ്ട്രി കുറച്ചും കൂടെ പേഴ്സണൽ ബന്ധത്തിന്റെ പുറത്താണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോൺ വിളിക്കുന്നു, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു, നമ്മൾ പ്രൊഡ്യൂസറിനെ പോയി കാണുന്നു. ആരും എന്നെ ഇമെയിൽ അയച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്ന് എന്നോട് കഥ പറയാമെന്ന് പറയുന്നൊരു പ്രോസസ്സൊന്നും ഇല്ല ഇവിടെ. അപ്പം പക്ഷെ അത് സോണിയിലെ ഓരോ പ്രോസസ്സിലും നമുക്കത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് ഒരിക്കലും നമ്മളൊരു ഹിൻഡ്രൻസ് അല്ല, ഒരു ബുദ്ധിമുട്ടല്ല. നമ്മളിത് ആ രീതിയിലേക്ക് മാറണം. ഇത് ഫൈനലി ഇത് അങ്ങോട്ടാണ് മാറാൻ പോകുന്നത്. ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് തന്നെ നമ്മുടെ ഇൻഡസ്ട്രി മാറും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ. അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ പ്രോസസ്സായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരു സ്ക്രിപ്റ്റിന്റെ തറവായിട്ട് സ്ക്രിപ്റ്റിന്റെ മീറ്റിംഗ്സും കോളുകളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പാർട്ടിയുടെ പേര് പറയരുത്, അങ്ങനെ പല ലീഗൽ ഇൻഫർമേഷൻസ് നമുക്കുണ്ടായിരുന്നു. നിങ്ങൾ ഈ പാർട്ടി യൂസ് ചെയ്യരുത്, ബ്രാൻഡ് ഫ്രെയിമിൽ നമ്മൾ എഡിറ്റിന് ശേഷം അവർ വന്നിട്ട് അവരുടെ ഒരു ടീം ഫുള്ളായിട്ട് ഇരുന്നത് വീണ്ടും റിപ്പീറ്റഡ്ലി കണ്ടിട്ട് അത് ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒരു ബ്രാൻഡ് പ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, നമ്മൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് പോലെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു റിപ്പീറ്റ്ലി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജയമഹേന്ദ്രയിൽ റിയൽ ഒരു പാർട്ടീസിനെ നമ്മൾ കാണിച്ചിട്ടില്ല. അതൊരു കോർപ്പറേറ്റ് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മളത് ഫോളോ ചെയ്യുകയും വേണം. പിന്നെ എല്ലാത്തിലും ഇപ്പം നമ്മളിവിടെ ചിലപ്പോൾ ഫോം വിളിച്ചിട്ട് എടാ ഞാൻ ഔട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി
അവിടെ ഇമെയിൽ പോകണം, കറക്റ്റായിട്ട് നമ്മൾ ഡെഡ് ലൈൻസ് പറയണം, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യണം. ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് ചിലപ്പം റിപ്പർക്കഷൻസ് ഉണ്ടാവാം. അപ്പം അതെല്ലാം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മളത് എല്ലാവരും അത് പഠിക്കണം. നമ്മൾ അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് തന്നെ നമ്മൾ മാറേണ്ടി വരും. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ പേര് ഫിലിമോറ എന്നാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. സോ ലൈക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ വെൻ യു ആർ മേ ബി അത് എവിടെയെങ്കിലും കാഷ്വലി ഇരിക്കുമ്പോഴായിരിക്കാം, ഒരു സെലിബ്രേഷൻ ആയിരിക്കാം, ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരിക്കാം, ഓക്കെ ദിസ് ക്യാൻ ബി ഇൻ എ ഫിലിം എന്ന് തോന്നിയൊരു മൊമെൻ്റ് ഉണ്ട്. അത് ഓറ ഓഫ് ഫിലിം അടിച്ച ഒരു മൊമെൻ്റ് അങ്ങനെ അത് ഉണ്ടാവാറുണ്ട്. നമുക്ക് ചിലർ പറയുന്ന ഡയലോഗുകൾ ചിലപ്പോൾ മൊബൈലിൽ നോട്ട്സിൽ എഴുതിയിടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പം, വെറുതെ കാപ്പി കുടിച്ചിരിക്കുമ്പം മനസ്സിലേക്ക് ഒരു തോട്ടൊക്കെ വരും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇപ്പം പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും എക്സാമ്പിൾ പറയാം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു റീല് കാണിച്ചപ്പോൾ ഒരു പുതിയ ന്യൂ ജെൻസി ഒരു പെങ്കൊച്ചിൻ്റെ റീലായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ആണ് ചിന്തിക്കുന്നതല്ലേ ജെൻസി ആൾക്കാർ. അപ്പം നമ്മൾ ശരിക്കും ഒരു ന്യൂ ജനറേഷൻ്റെ കഥ പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആവണം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ടൊക്കെ ഒരു 10 വർഷം കൂടുമ്പോഴായിരുന്നു ഒരു ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ജനറേഷൻ തന്നെ മാറുന്നുണ്ട്, ചിന്താഗതിയൊക്കെ മാറുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഫിലിം ഓറ മൊമെന്റ്സ് തന്നെയാണ് ഓരോ മൊമെന്റും. ഇപ്പം നാളെ ഒരു പുതിയ യൂട്യൂബ് ചാനലിന്റെ ഒരു കഥയൊക്കെ സിനിമയാക്കുമ്പോൾ ഈ ഒരു ഡെമോ ഒത്തിരി നല്ല അങ്ങനത്തെ മൊമെന്റ്സ് OTT പ്ലാറ്റ്ഫോംസിലാണെങ്കിലും മിനി സ്ക്രീനിലാണെങ്കിലും ബിഗ് സ്ക്രീനിലാണെങ്കിലും നാളെ ഒരു RJ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നൊരു ഓക്കെ. സോ എനിവേ താങ്ക് യു ശ്രീകാന്ത് ഏട്ടാ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ താങ്ക് യു.